ഭൈരവ മീഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മിഥുനം രാശിക്കാർക്ക് ഇപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്ന മാസം മെയ് മാസം എങ്ങനെയൊക്കെയുള്ള ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യും, എങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കണം, ഏത് രീതിയിൽ ചിന്തിക്കണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. ഒരല്പം ജാഗ്രതയൊക്കെ പുലർത്തി പോയാൽ നിങ്ങൾക്കൊക്കെ നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇപ്പോ വ്യാഴം സഞ്ചാരം നടത്തുന്നത് മിഥുനം രാശിക്കുള്ളിൽ തന്നെയാണ്. അതുപോലെ കേതു ചിങ്ങം രാശിക്കുള്ളിലും, രാഹു കുംഭം രാശിക്കുള്ളിലും, ചൊവ്വ ശനി മീനം രാശിക്കുള്ളിലും, മേടം രാശിക്കുള്ളിൽ സൂര്യനും ബുധനും, ഇടവം രാശിയിൽ അദ്ദേഹത്തിന്റെ സ്വന്തം വീടായ ഇടത്ത് ശുക്രനും സഞ്ചാരം നടത്തുന്ന ഒരു കാലമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെയുള്ള ഒരു ഫലത്തെ നമുക്ക് ആഗ്രഹിക്കാം, അല്ലെങ്കിൽ നേടാം, അല്ലെങ്കിൽ ലഭിക്കില്ല എന്നുകൂടിയുള്ള ഒരു തിരിച്ചറിവാണ്. ശരിയായ ഒരു ദിശ അതായത് ഗ്രഹങ്ങൾ എന്ത് രീതിയിലുള്ള ചിന്താഗതികളാണ് ഈ ഒരു ഭാവങ്ങളിൽ ഇരിക്കുമ്പോൾ നമുക്ക് നൽകുന്നത് എന്നുള്ള ഒരു നല്ല ഫലമാണ്. സൂര്യൻ പൊതുവായിട്ടും മേടൻ രാശിക്കുള്ളിൽ ഇരിക്കുന്നത് നല്ലൊരു ഫലം തന്നെയാണ്. അത് ഇപ്പോൾ ബലം കുറഞ്ഞ ജാതകത്തിലാണെങ്കിൽ പോലും അതിൻ്റെതായ ഒരു പ്രഭാവം എന്തായാലും നമുക്കൊരു ഉയർന്ന ചിന്താഗതി അല്ലെങ്കിൽ എല്ലാം ശരിയാകുമെന്ന ഒരു മനോഭാവത്തെ എന്തായാലും നമുക്ക് അവിടെ കിട്ടും. മനോകാരകൻ ചന്ദ്രനാണെങ്കിലും സൂര്യന്റെ അതിന്റെ പ്രഭാവം ഇരട്ടിപ്പിച്ച് തരാനായിട്ട് കഴിയും. പക്ഷേ നമുക്ക് ഇറങ്ങുന്ന വഴി ശരിയാണോ എന്നുകൂടി ചിന്തിച്ചു കൊള്ളണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പരിപൂർണമായ 64 ബലത്തിലാണ് അദ്ദേഹം അവിടെ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ 100% നിങ്ങളുടെ ജാതകത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്യും. ഇറങ്ങുന്ന വഴികളിൽ നമുക്ക് തിരിഞ്ഞു നോട്ടങ്ങളൊന്നും വേണ്ട, ധൈര്യപൂർവ്വം പോകാം. പൊതുവായിട്ട് വ്യാഴം മിഥുനം രാശിക്കുള്ളിൽ നിൽക്കുന്നത് നമുക്കൊരു സാമർത്ഥ്യത്തെയും ബുദ്ധിശാലിത്തരമായ രീതിയിൽ ചിന്തിക്കാനൊക്കെ ഉള്ള ഒരു മനോഭാവത്തേക്ക് അവിടെ തരും. പക്ഷേ നമ്മുടെ ബുദ്ധിശാലിത്തരമൊക്കെ പിഴച്ചു പോകുന്നതായിരിക്കും പലപ്പോഴും സംഭവിക്കുക. കാരണം അദ്ദേഹത്തിന് വലിയ തോതിൽ ഇഷ്ടമില്ലാത്ത ഒരിടമാണ് ഈ മിഥുനം രാശി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ബുദ്ധിയൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ ആ ബുദ്ധി നമുക്ക് തന്നെ വിനയായി വരുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എങ്കിൽ ഈ ഒരു മാസം കൂടി ഒരല്പം ജാഗ്രത പുലർത്തുക. അടുത്ത മാസം 2-ാം തീയതിയോടുകൂടി വ്യാഴം കർക്കിടകത്തിലേക്ക് മാറുമ്പോൾ പരിപൂർണമായ ബലം വരികയും അവിടെ 12-ാം ഇടത്തിലേക്ക് മിഥുനം രാശി വരുന്ന സാഹചര്യമാണ്. നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഫലം, മറയ്ക്കപ്പെട്ട പല കാര്യങ്ങളും നല്ലതായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന സാഹചര്യം ഇവിടെ ഉണ്ട്. അതുപോലെ പ്രയത്നങ്ങളുടേതായ സ്ഥാനത്ത് കേതുവാണ്, ചിങ്ങം രാശിക്കുള്ളിൽ കേതു. നമുക്ക് ഒരു അല്പം ഉയർച്ചയൊക്കെ ഉണ്ട് എന്നൊക്കെ ഈ ഒരു മാസമൊക്കെ തോന്നും. പക്ഷേ അതൊക്കെ തന്നെ ഒരല്പം ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ ആയിരിക്കും നമുക്ക് അത്തരം ഒരു ഉയർച്ചകളിലേക്ക് വഴി നയിക്കുന്നത്. കാരണം നമ്മുടെ മനോഭാവത്തിനനുസരിച്ച് നമ്മളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം. അതായത് അത്യാവശ്യം 10,000 രൂപ വേണ്ടിടത്ത് 10,000 രൂപയ്ക്ക് 40,000 രൂപ പലിശ കൊടുക്കേണ്ട ഒരിടത്തു നിന്നൊക്കെ ആയിരിക്കും കാശൊക്കെ വാങ്ങിത്തരുന്നത്. അപ്പോൾ ഒരല്പം ജാഗ്രത പുലർത്തണം. അവരുടെ തെറ്റൊന്നുമല്ല, കൊണ്ടുചെന്ന് അവർക്ക് വാങ്ങിച്ചു തരാൻ കഴിയുന്നത് അങ്ങനെയുള്ള ഒരു ഇടമായിരിക്കും. അതുകൊണ്ട് മകയിരം, തിരുവാതിര, പുണർതം എന്നീ നക്ഷത്രക്കാരൊക്കെ ഒരല്പം നല്ല രീതിക്ക് തന്നെ ജാഗ്രത പുലർത്തണം. കേതുവിന്റെ ചിന്ത മറ്റൊരു വഴിക്ക് നോക്കിയാൽ നമ്മുടെ അച്ഛനമ്മമാർക്ക് ഈ മിഥുനം രാശിയിൽ പിറന്നവര് ഒരു ബാധ്യതയായി മാറുന്ന ഒരു സാഹചര്യമായിട്ടായിരിക്കും വരിക. അവർക്ക് ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങളിൽ നിന്നും ഉണ്ടാകരുത് എന്നുള്ള കാര്യം നിങ്ങളെ കുറിച്ചോർത്ത് വേവലാതിപ്പെടുന്ന മാതാപിതാക്കളായിരിക്കാം. അവരെ ദുഃഖിപ്പിച്ച് കൂടുതൽ ദുഃഖങ്ങൾ വിലയ്ക്ക് വാങ്ങേണ്ട ഒരു സാഹചര്യത്തെ നിങ്ങൾ കൊണ്ടുവരരുത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അരോചകമായി വരികയും അത് അവർക്ക് മനോദുഃഖത്തിന് കാരണമാവുകയും ചെയ്യും. ഇവിടെ 20 വയസ്സായ കുട്ടികളാണെങ്കിൽ ശരി, 70 വയസ്സായ ആളാണെങ്കിൽ ശരി, മാതാപിതാക്കളോട് ഇടപഴകുമ്പോൾ വലിയ രീതിയിൽ അവർക്ക് ദുഃഖമില്ലാത്ത രീതിക്ക് വേണം ഇടപെടാനായിട്ടാണ്. കാര്യം കേതു നമുക്കൊരു നെഗറ്റിവിറ്റി അവിടെ തരും. 9-ാം ഭാവമായ ഭാഗ്യസ്ഥാനത്താണ് സർപ്പം സ്ഥിതി ചെയ്യുന്നത്. വ്യാഴത്തിന്റെ കണ്ണും അവിടെ ഉണ്ടെന്നുള്ള കാര്യം. പക്ഷേ ഗുണമില്ലാത്ത വ്യാഴം അവിടെ നോക്കിയിട്ട് എന്തെടുക്കാനാണ്? 9-ല് ഈ സർപ്പം സഞ്ചാരം നടത്തുന്ന, രാഹു സഞ്ചാരം നടത്തുന്ന ആ കാലത്ത് നിങ്ങൾക്ക് അച്ഛനോടൊക്കെ വലിയ രീതിയിലുള്ള ഒരു വെറുപ്പും ഒരു അനിഷ്ടവും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യം മകയിരക്കാർക്ക് ഒത്തിരി കൂടി കൂടുതൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സാഹചര്യം ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. ഒരല്പം ജാഗ്രത അവരോട് കാട്ടുന്നതും അല്ലെങ്കിൽ അവരെ ദുഃഖിപ്പിക്കാതെ ഇരിക്കുന്നത് നല്ലതെന്ന് സർപ്പം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഉയർന്ന ചിന്താഗതിയൊക്കെ പ്രാപ്തമാക്കി വലിയ രീതിയിലൊക്കെ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള ഒരു ശ്രമമൊക്കെയും ഈ രാഹു നിങ്ങൾക്ക് തരും ഈ ഒരു മാസം. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്, അതായത് ഗണിതം, കണക്ക് ഉൾപ്പെടെയുള്ള, അതായത് ഇപ്പൊ എല്ലാ കാര്യങ്ങളും കണക്കാണ് കേട്ടോ. അപ്പൊ ഏതൊരു തൊഴിലിലും കണക്കില്ലാത്ത ഒരു കാര്യങ്ങളാണ്. ഒരു ആശാരിപ്പണിയാണെങ്കിലും കണക്കിൽ കൂടെ തന്നെയാണ് അവരൊക്കെ മുന്നിൽ. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അവരുടെ കഴിവുകളെ എനേബിൾ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും അതുവഴി അവർക്ക് നല്ലൊരു പേരൊക്കെ ലഭിക്കാനും അതിൻ്റെതായ വർക്കൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരു മാസം ഉണ്ട്. പക്ഷേ മുൻകോപം, എടുത്തുചാട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഈ സർപ്പം കൊണ്ട് തരും. അതായത് നമ്മളോട് നമ്മുടെ മേലധികാരികളോ അല്ലെങ്കിൽ തൊഴിൽ തരുന്നവരൊക്കെ നമ്മളോട് ഇത്ര താമസിക്കുന്നത്, നിങ്ങൾക്ക് നേരത്തെ തീർത്തൂടെ,
എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരുന്ന വേളയിൽ നമുക്ക് ദേഷ്യം വരുന്ന സാഹചര്യവും ഉള്ളത് കൂടി നശിപ്പിക്കുന്ന ഒരു പ്രഭാവം കൂടി സർപ്പത്തിനുണ്ടെന്നുള്ള കാര്യം ഉയരങ്ങളിലേക്ക് നിൽക്കുന്നു എന്നൊരു തോന്നൽ നൽകി നമ്മളെ പൊടുന്നനെ വലിച്ച് താഴത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കൊടുത്തു പോയാൽ നിങ്ങൾക്ക് നന്നായിരിക്കും. കാരണം എപ്പോഴും രാഹു ടോപ്പ് ചെയ്യണമെങ്കിൽ കേതു അതിനെ നെഗറ്റീവ് ആക്കി കൊണ്ടുവരാം. അപ്പൊ കേതുവിനെ തന്നെ നെഗറ്റീവ് ആക്കി വിട്ട വേണ്ട, അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്നുള്ള ചിന്താഗതി മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ അവിടെ നിൽക്കുകയാണെങ്കിൽ അത് നല്ല രീതിക്ക് മുന്നിലേക്ക് ഒരു വർക്ക് നേരത്തെയൊക്കെ തീർക്കണം എന്ന് ചിന്തിച്ചാൽ അന്നത്തെ ദിവസം തീർക്കാനായിട്ട് കഴിയില്ല. ഇന്ന് താമസിച്ച് എനിക്ക് ഇന്ന് 5 മണിക്ക് ഇറങ്ങണ്ട, ഞാൻ രാത്രി 10:30 മണിക്ക് ശേഷമേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ, അതുവരെ നിന്ന് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് എന്ന് മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നേരത്തെ വർക്കൊക്കെ തീർത്തിട്ട് പോകാനൊക്കെ കഴിയും. അതാണ് നെഗറ്റീവ്. പോസിറ്റീവ് പെട്ടെന്ന് തീർക്കണമെന്ന് ചിന്തിക്കുന്ന സമയങ്ങളിൽ അത് ചെയ്യാനായിട്ട് കഴിയില്ല. എന്ത് പെട്ടെന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ചാലും അത് കിട്ടില്ല. എനിക്ക് പതിയെ ഒരല്പം താമസത്തോടുകൂടി അത് കിട്ടിയാൽ മതി എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് നേരത്തെ ലഭിക്കുന്ന സാഹചര്യമാണ്. അതാണ് കേതുവിനെ നെഗറ്റീവ് ആക്കണമെന്ന് പറയുന്നത്. രാഹു പോസിറ്റീവ് ആക്കുമ്പോൾ കേതു നെഗറ്റീവ് ആകും. അപ്പോൾ കേതുവിനെ നമ്മൾ പോസിറ്റീവ് ആക്കി കൂട്ടുക, അതാണ് അതിനെ മൈഗ്രേറ്റ് ചെയ്ത് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ചിന്തിക്കുക. നേരത്തെ വേണമെങ്കിൽ നേരത്തെ വേണ്ട എന്ന് ചിന്തിച്ചാൽ മതി എന്നാണ് അതിനർത്ഥമാക്കുന്നത്. ഇത് പറയാനുള്ള കാരണം രാഹു 9ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഭാഗ്യസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഭാഗ്യത്തേക്ക് എടുത്തുവിടും ഈ കേതു എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് ഭാഗ്യം വേണ്ടാന്ന് വെച്ചാൽ കേതു അതിനെ ടോപ്പ് ചെയ്ത് തരും, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ 10ാം ഭാവമായിട്ട് മീനൻ രാശിക്കുള്ളിലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. അപ്പോൾ മിഥുനൻ രാശിക്കാർക്ക് അത് തൊഴിൽ ഭാവമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഉയർച്ചയൊക്കെ നൽകുന്ന സാഹചര്യം, അതായത് അഭിനന്ദനങ്ങളൊക്കെ, ഒരു തൊഴിലൊക്കെ ചെയ്താൽ ഒരു അഭിനന്ദനങ്ങളൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഇവിടെയുണ്ട്. പക്ഷേ അത് നമ്മളെ വെറുതെ പൊട്ടനാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു നടപടി മാത്രമാണ് ശനിയുടെ. ശനി തരുന്നതൊന്നും തന്നെ നിരന്തരമായിട്ടും തരില്ല. അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് തരികയാണെങ്കിൽ അത് സ്ഥായിയായി ഇരിക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ തോതിലുള്ള നല്ലത് ലഭിച്ചു എന്ന് ചിന്തിച്ചാൽ ശനി അവിടെ തന്നെ അത് ബ്ലോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യും. നമുക്കൊരു അഹങ്കാര ഭാവത്തെ നൽകുകയും നമുക്കത് പരിപൂർണമായിട്ട് നിഷേധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ശനിയുടെ പ്രത്യേകത. അപ്പോൾ എപ്പോഴും നമുക്കൊരു അഹങ്കാര ഭാവങ്ങളൊന്നും തന്നെ അവിടെ വരാനുള്ള സാധ്യതകൾ ഒരിക്കലും കുഴപ്പമില്ല. നീതിയുക്തമായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മിനിമം ലാഭം ദൈവം പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു മിനിമം മാത്രം, അതിൽ കൂടുതൽ, അത് എത്ര പണക്കാരനായിരുന്നാലും ശരി നമ്മളത് അവരിൽ നിന്ന് പറിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവർ തരും, എന്തായാലും തരും, നമ്മൾ ചോദിക്കുന്ന അവർ തരും. പക്ഷേ അതൊരു പറിച്ചെടുക്കൽ പോലെ ആകുന്നത് കൊണ്ട് തന്നെ അവിടെ ശനി ഭഗവാൻ പരിപൂർണമായിട്ട് നിങ്ങൾക്ക് ഒരു വിലക്ക് വയ്ക്കുകയും പിന്നീട് തൊഴിൽപരമായ രീതിയിൽ നിങ്ങളെ മറ്റൊരാൾ വിളിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം. നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യും, MD യുടെ കീഴിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം, അവരും ഈ ഒരു പ്രോസസ്സ് ആയിരിക്കണം. നമ്മളൊന്നും തന്നെ ആ അനാവശ്യമായ ഒരു ആഗ്രഹങ്ങൾ അവിടെ മനസ്സിൽ കൊണ്ടുവരരുത്. ഈ ഒരു മാസം ഈ ഒരു പ്രോസസ്സ് ഒരു ശനിയുടേതായ ഒരു നീതിയുക്തമായ രീതിയിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് അടുത്ത മാസം വളരെ നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ചൊവ്വ നിൽക്കുന്നത് മീനം രാശിക്കുള്ളിലാണ്. അപ്പൊ മീനം രാശിക്കുള്ളിൽ കയറി ഈ ചൊവ്വ ശനിക്കൊപ്പം കയറി നിന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പട്ടാളക്കാരൻ്റെതായ, പോലീസുകാരൻ്റെതായ ഒരു ആർജവ മനോഭാവം ഒക്കെ വരും. അതായത് ഒരു ധൈര്യം, ഒരു എനർജി എവിടെ നിന്നൊക്കെ ഫോഴ്സ്ഡ് ആയിട്ട് കയറി വരും. ഇത് നമുക്ക് മറ്റുള്ളവരോട് തർക്കിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും, അല്ലെങ്കിൽ നീ ഇല്ലെങ്കിൽ എനിക്ക് പുല്ലാണെന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുതരും. പക്ഷേ ആ പറച്ചില് ചൊവ്വ അത് പറയുമെങ്കിലും ശനി ഉള്ളത് കൂടി എടുത്ത് കളയുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ശനി എന്ത് ചെയ്യും, എന്നാൽ ശരി നീ വേറൊരു ജോലി കണ്ടെത്തെന്ന് പറഞ്ഞ് ഉള്ള ജോലിയൊക്കെ പറിച്ചെടുത്ത് കളയേണ്ട സാഹചര്യത്തെ നമുക്ക് കൊണ്ടുതരും. അഹങ്കാരത്തിലെടുത്ത് ചാടുകയും ചെയ്യും, പിന്നെ ചെന്ന് അടുത്ത ഒരു വർഷം പടുകുഴിയിൽ ചെന്ന് ഇരിക്കുകയും ചെയ്യുന്നുള്ള പോലെയാണ്. അപ്പൊ ചൊവ്വയുടെ മനോഭാവം, നമുക്ക് നമ്മുടേക്കാൾ താഴ്ന്ന ഒരു 30 വയസ്സുള്ള ഒരു വ്യക്തിയാണെന്ന് വയ്ക്കുക, ഒരു 18 വയസ്സുകാരന്റെ വാക്യത്തുനിന്ന് പച്ചതെറി കേൾക്കേണ്ട സാഹചര്യത്തെ കൊണ്ടുവയ്ക്കുക. ഒരു കാരണം ഉണ്ടാവില്ല. വെറുതെ ഒന്ന് നോക്കി, വണ്ടി വാഹനത്തിൽ പോകുന്ന ഒരു പയ്യനായിരിക്കും, അവന് വെറുതെ ഒന്ന് നോക്കിയാൽ മതി, അവൻ തിരിഞ്ഞ് എന്താണെന്ന് ചോദിച്ചു പോകും. അപ്പോൾ അതിനെ ഏറ്റുപിടിച്ച് പ്രശ്നങ്ങളിലേക്ക് വരും. അപ്പോൾ നമ്മളെക്കാളും പ്രായം കുറഞ്ഞ വ്യക്തികളിൽ നിന്ന് ചീത്തയൊക്കെ കേൾക്കേണ്ട സാഹചര്യങ്ങൾ ഇവിടെ ധാരാളം ഉണ്ടാവും. സ്ത്രീകളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ മക്കളുടെ വായിൽ നിന്നും വരെ കേൾക്കേണ്ട കാലമാണിത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ചൊവ്വ ആ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ മിഥുനൻ രാശിക്കാർ വളരെയധികം ജാഗ്രത തന്നെ പുലർത്തണം. അതാണ് ഞാൻ പറഞ്ഞത്, മാതാപിതാക്കളെയൊക്കെ നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ വളരെ സൂക്ഷിച്ച് പറയണം. കാര്യം അച്ഛനമ്മമാരെയൊക്കെ പറയുമ്പോൾ അത് ദൈവം ഒരിക്കലും കേട്ടുകൊണ്ടിരിക്കില്ല എന്നുള്ള സത്യം മനസ്സിലാക്കണം എപ്പോഴും. തീർച്ചയായും ചൊവ്വ എന്ന് വെച്ചാൽ മുരുകന്റേതായ പ്രഭാവത്തിലേക്ക് വരുന്ന സമയത്ത് പഴത്തിന് വേണ്ടി പിണങ്ങിപ്പോയ ആളാണ്, എനിക്കൊന്നും വേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഭാവം നമ്മളെപ്പോഴും ചിന്തിച്ചാൽ, മനസ്സിലൊരു മാറ്റം വരുത്തിയാൽ വളരെ നല്ല ഫലം കിട്ടും. പ്രത്യേകിച്ചും മകയിരക്കാരൊന്നും അത്ര ഒരു ഭാവത്തിലേക്ക് പോകരുതെന്നാണ് എനിക്ക് പറയുന്നത്. മകയിരക്കാർക്ക് നിശ്ചയമായിട്ടും കിട്ടിക്കാണും, മക്കളിൽ നിന്നൊക്കെ ധാരാളം കിട്ടിക്കാണും ഈ കഴിഞ്ഞ കുറെ കാലത്തിനിടയ്ക്ക്. തിരുവാതിരയ്ക്കും അതുപോലെ തന്നെയാണ്. ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഭർത്താവിൽ നിന്നും കിട്ടിക്കാണും, സ്ത്രീകൾക്ക് ധാരാളം കിട്ടിക്കാണും. അപ്പോൾ അതൊക്കെ തന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം. ചൊവ്വ ഇപ്പോൾ നിൽക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി അധികരിക്കും.
ഒന്ന് മൗനം പാലിച്ചാൽ അത് നിങ്ങൾക്ക് നല്ല ഒരു ഭാവത്തെ ഈ ഒരു മാസം നിങ്ങൾ എത്രത്തോളം മൗനം പാലിക്കുന്നോ അത് നിങ്ങൾക്ക് തന്നെ അടുത്ത മാസം അറിയും. വ്യാഴം ആക്റ്റീവായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. അത് ഞാൻ ഈ പറയുന്നതിന്റെ കാര്യം. മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത് 11ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. സൂര്യൻ നിൽക്കുന്ന മേടം രാശിയിലാണ്, ചൊവ്വയുടെ വീട്ടിലാണ്. അത് അദ്ദേഹത്തിന്റെ പരിപൂർണ്ണ ബലമുള്ള ഒരു ഇടമാണ്. പക്ഷെ ഇവിടെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം, സഹോദരങ്ങൾ തമ്മിൽ ഈ ഒരു മാസം വളരെയധികം ജാഗ്രത പുലർത്തണം. കാരണം വാക്ക് തർക്കങ്ങൾക്കൊന്നും പോകരുത്. ഇന്നലെ വരെ നന്നായിട്ടിരുന്ന ഇടത്ത് ഇന്ന് തല്ലുകൂടേണ്ട സാഹചര്യത്തെ ഉണ്ടാക്കിത്തരാം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ മൂത്ത സഹോദരനോട് ഇളയ സഹോദരൻ തെറി വിളിച്ച് വല്ലതും പറയുന്ന സാഹചര്യം. അദ്ദേഹം ഇരിക്കുന്നത് 10ാം ഇടമായ തൊഴിലിടത്തും സൂര്യൻ ചെന്നിരിക്കുന്നത് ചൊവ്വയുടെ വീട്ടിലുമാണ്. അപ്പൊ ഇവിടെ നമ്മൾ വലിയ ആളാണ്, ചേട്ടനാണെന്നൊക്കെ വിചാരിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് ഇളയ അനുജൻ തന്നെ തരും പണി. അപ്പൊ ഇവിടെ സഹോദരങ്ങളുമായിട്ട് ഭിന്നിക്കും, സഹോദരികളുമായിട്ട് പിണങ്ങും, സഹോദരി ഭർത്താക്കന്മാരുമായിട്ടൊക്കെ വഴക്കുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ വരുന്നു എന്ന് അറിഞ്ഞിട്ട് നമ്മളൊന്ന് മൗനം പാലിച്ചാൽ നന്നായി. വസ്തുവകകളൊക്കെ തർക്കങ്ങളൊക്കെ വന്ന സാഹചര്യങ്ങളൊക്കെ ഇവിടെ ധാരാളം വരും. ഒരല്പം ജാഗ്രത. കൂടപ്പിറപ്പുകളാണ്, സഹോദരങ്ങളാണ് എന്നൊരു ചിന്തയൊക്കെ അവിടെ വന്നാൽ സഹോദരങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ഇതുണ്ടാകും. ഒന്ന് മൗനം പാലിച്ചു. ഞാൻ തരുന്ന ഒരു പ്രോസസ്സ് എല്ലാവരും, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരും ധാരാളം അറിവുള്ളവരാണെന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിട്ടാൽ നമുക്ക് അവിടെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും. നിങ്ങൾ ഈ കേൾക്കുന്ന എല്ലാവരും, താങ്കളുടെ മുന്നിൽ ഒരു ഭാര്യ നിൽക്കുകയാണ്. അയാൾ പറയുന്ന ഒരു കാര്യം അയാളെ സംബന്ധിച്ചിടത്തോളം അറിവാണ് എന്ന് നമ്മൾ ചിന്തിച്ച് ശരി, ഓക്കെ, നോക്കാം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും ഗുണം ചെയ്യും. കാരണം അവരുടെ അറിവ് വലുതാണ്, നമ്മുടെ അറിവ് നമുക്കും വലുതാണ്. അപ്പൊ എല്ലാവരും അറിവുള്ളവരാണെന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ഈ പ്രോസസ്സ് നിങ്ങളുടെ ഓഫീസിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾ ഇതൊന്ന് പ്രയോഗിച്ചു നോക്കുക. ഒറ്റ ചിന്ത മാത്രം, മുന്നിൽ നിന്നവൻ അറിവ് ധാരാളം ഉള്ള ഒരാളാണ്. ഒരിക്കലും ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടാവില്ല. എപ്പോഴും നമുക്ക് നല്ലൊരു മനോഭാവത്തോട് സഞ്ചരിക്കാൻ കഴിയും. അപ്പൊ ഇവിടെ സൂര്യൻ അത്തരത്തിലുള്ള ഇത് കൊണ്ടുവന്ന സഹോദരങ്ങളുമായിട്ട് ഭിന്നിപ്പിക്കും. വളരെയധികം ജാഗ്രത പുലർത്തുക. അതേപോലെ തന്നെ തൊഴിലിടങ്ങളിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പൊ ഉയർന്ന ഉദ്യോഗസ്ഥരോ നിങ്ങളുടെ താഴ്ന്ന ഉദ്യോഗസ്ഥരോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ്സർ, കാരണം ഉദ്യോഗ ഉയർവിനുള്ള വഴിയൊക്കെ തെളിയും. അതിനുള്ള ചെറിയ പരീക്ഷണങ്ങളൊക്കെ ഔട്ടർ റേഞ്ചിൽ നിന്നൊക്കെ വരും. അത് ദേഷ്യഭാവത്തിലേക്കൊന്നും വരരുത്. വന്നാൽ നിങ്ങൾക്കത് ഗുണമില്ലാതെ പോകും. അതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെതായ അർത്ഥം. അടുത്ത മാസത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മാസം നമ്മൾ എടുക്കുന്ന മാറ്റം എങ്ങനെ നിങ്ങളിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടുന്നു എന്നാണ്. ഒപ്പം തന്നെ മേടൻ രാശിക്കുള്ളിൽ 11ാം ഭാവമായിട്ട് നിലകൊള്ളുന്നത് ബുധനാണ്. സൂര്യന്റെ ഒപ്പം ബുധൻ. അപ്പൊ ബുദ്ധിയുടെ കാരകത്വം കൊണ്ട് ഒരു ഗ്രഹം തന്നെയാണല്ലോ ബുധൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ചൊവ്വയുടെ വീട്ടിൽ നിൽക്കുകയാണ്. രണ്ടും, അതായത് വ്യാഴവും ബുധനും ചൊവ്വയും അറിവിന്റെ കാര്യത്തിൽ കട്ട കലിപ്പാണ്. എന്റെ അറിവ് വലുതെന്ന് ചിന്തിക്കുന്ന ഗ്രഹങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ഈ ഒരു ഭാവത്തിലേക്ക് ചിന്തിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് ഉദ്യോഗ ഉയർവൊക്കെ നൽകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അത് മിക്കവാറും 3-4 മാസത്തിനുള്ളിൽ തന്നെ അത് വരാനുള്ള സാധ്യത ഉണ്ട്. അതിനുള്ള തുടക്കമൊക്കെ ആവാം ഇതെന്നാണ് എനിക്ക് മനസ്സിലാക്കാനൊക്കെ കഴിയുന്നത്. ബിസിനസ്സൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് അതിൻ്റെതായ പാതകളൊക്കെ തുറന്നു കിട്ടും. അത് ഏത് വഴിക്ക് എങ്ങനെ എന്നൊന്നും എനിക്ക് പറയാനോ കഴിയില്ല. ജന്മജാതകത്തിൽ നിങ്ങൾക്ക് അതിൻ്റെതായ വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ 100% ആ ഒരു പ്രോസസ്സ് ഓട്ടോമാറ്റിക്കലി നടക്കുകയും അല്ലെങ്കിൽ ഒരു പാർട്ണറായി മാറുകയോ നിങ്ങൾക്ക് മറ്റേതെങ്കിലും വണ്ടി വാഹനങ്ങളിലൂടെ ബിസിനസ് പരമായ രീതിയിൽ അവർക്കൊപ്പം സഞ്ചാരം നടത്തുന്ന സാഹചര്യങ്ങളോ ഏതെങ്കിലും രീതിയിലൊരു മാർഗം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വരികയും നിങ്ങൾക്ക് അത് ജൂൺ മാസത്തോടുകൂടി സ്റ്റാർട്ടപ്പായി വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഒരല്പം ജാഗ്രതാപൂർവ്വം സൂര്യന്റെ പ്രഭാവത്തെ ഒന്ന് കൺവേർട്ട് ചെയ്ത് ബുധനിലേക്ക് മൈഗ്രേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഉയർന്ന നിലയിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഇടപെടൽ വളരെയധികം സന്തോഷത്തെയും ഉയർച്ചയെയും പ്രദാനം ചെയ്യും. രാശിയുടേതായ 12ാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത്. ശുക്രന്റെ അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിലാണ്. അപ്പൊ പിന്നെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളവർക്ക് കൊടുക്കാം, ആവശ്യമില്ലാത്തവർക്ക് കൊടുക്കണ്ട എന്ന പ്രോസസ്സാണ്. അപ്പോൾ മറ്റൊരു വീട്ടിലുള്ള ആ ഒരു ബലം എന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ ഇരുന്നു കൊണ്ട് ആർക്കും ഇത് ചെയ്യാമെന്നുള്ള പ്രോസസ്സ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധനത്തിൻ്റെതായ പ്രോസസ്സുകൾ ഈ വർഷം അല്ലെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് എന്തായാലും സ്റ്റാർട്ടപ്പ് ആകും. കിട്ടുന്നത് അതുപോലെ തന്നെ പോവുകയും ചെയ്യും. 10,000 കിട്ടിയാൽ 10,000 പോലെ തന്നെ ആ സ്പോട്ടിൽ തന്നെ വലത് കൈയിൽ വാങ്ങുന്നു, ഇടത് കൈയിൽ പോകുന്നു. ഈ പ്രോസസ്സ് അവിടെ നടക്കും. പക്ഷെ അത് ശുഭകരമായ പ്രോസസ്സാക്കി മാറ്റണമെന്ന് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. കിട്ടുന്നതിനെ നിങ്ങൾ അനാവശ്യ ചിലവുകൾക്കായിട്ട് പ്രോസസ്സ് ചെയ്യരുത്. നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഒരു വിഷയം, കടബാധ്യതകളൊക്കെ ഉള്ളവർ, 2, 3, 4 കടബാധ്യതകൾ ഉള്ളവരാണെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ട ഒറ്റ കാര്യം, വലിയ കടത്തിന് നിങ്ങൾക്ക് സാവകാശം ലഭിക്കും, എന്തായാലും ലഭിക്കും. ചെറിയ കടത്തിന് സാവകാശം ലഭിക്കില്ല. ചെറിയ കടം തീർക്കുകയാണെങ്കിൽ 100% വലിയ കടത്തിലേക്കുള്ള പണം ഇവരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന, അതായത് ചെറിയ കടം തന്നവർ
തന്നെ നിങ്ങളെ വീണ്ടും സഹായിക്കുന്ന ഒരു സാഹചര്യം വരികയും അത് വലിയ കടം തീർക്കാനുള്ള ഒരു പ്രോസസ്സായി മാറുകയും ചെയ്യും. വലുതിനെ തീർത്തിട്ട് ചെറുതിനെ തീർക്കാനായിട്ട് നിന്നാൽ 100% അത് പിഴയ്ക്കുകയും ചെയ്യും. വലുതും തീരില്ല, ചെറുതും തീരില്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സിലേക്ക് ധനം എന്തായാലും ശുക്രൻ നിങ്ങൾക്ക് കൊണ്ട് തന്ന് എത്തിക്കുമെന്നുള്ള സംശയമൊന്നും വേണ്ട. 100% വഴികളും തുറക്കും. ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ അമ്മായിയമ്മ പോരും ഒക്കെ വരുന്ന അല്ലെങ്കിൽ നാത്തൂൻ പോരൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണ്. നേരത്തെ ഉള്ളത് കുറച്ചുകൂടി അപ്ഗ്രേഡ് ആവും എന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വാക്ക് തർക്കങ്ങൾക്കൊന്നും പോകാതിരിക്കുന്നത് നന്നായിരിക്കും. അയൽവക്കക്കാരുമായിട്ടും വാക്ക് തർക്കങ്ങൾക്ക് പോകാതിരിക്കുന്നത് നല്ലത്. സുഹൃത്തുക്കളോടും തൊഴിലിടങ്ങളിലൊക്കെ ഒരല്പം ജാഗ്രത പുലർത്തുന്ന സ്ത്രീകൾക്ക് തന്നെ പാരയായി വരുന്ന ഒരു കാലം തന്നെയാണ്. അതുകൊണ്ട് ദിനംപ്രതി ആദായമൊക്കെ കിട്ടുന്ന ആദ്യം 31-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ധനമൊക്കെ ആവശ്യത്തിനുള്ള ധനമൊക്കെ വന്നു ചേരും. പക്ഷെ അത് അതുപോലെ തന്നെ പോകും. ശുഭകരമാക്കണമോ അതല്ലാതെ പോകണമോ എന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. കുടുംബപരമായ രീതിയിലൊക്കെ ഒരു കുടുംബത്തിൽ 2 വർഷമൊക്കെ വിവാഹം കഴിച്ച് താമസിക്കുന്നവരാണെങ്കിൽ ഒരു വീട് മാറ്റമൊക്കെ ശ്രമിക്കുന്നത് നന്നായിരിക്കും. അത് കുടുംബത്തിലെ കലഹത്തിന് കാരണമാകും. പക്ഷേ അതൊരു നല്ലതിനായിരിക്കുമെന്ന് മാത്രം. അതായത് വിഷയമൊന്നുമില്ല. ഈ രാശിയിൽ പിറന്നവര് വിവാഹം കഴിഞ്ഞ് 2 കൊല്ലമൊക്കെ ആയെങ്കിൽ ഒന്ന് വീട് മാറി താമസിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. അത് തുടക്കത്തിൽ ഒരു കലഹത്തിലേക്ക് വന്നാലും പിന്നീട് അത് നല്ല യോഗത്തിലേക്ക് വരുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. തർക്കം താൽക്കാലികം മാത്രം. അത് നിരന്തരമാക്കാതിരിക്കുക. അത് വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മിഥുനം രാശി ഇവിടെ ഈ ഒരു മാസം പറയുന്നുണ്ട്. ചിന്താഗതികളെ ഏത് രീതിയിൽ മാറ്റിയാൽ എങ്ങനെ വരണം എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എല്ലാവർക്കും സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.